Hi, welcome to Saji's Innovations. ഇന്ന് ഞാനുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ കിച്ചണിലാണ്. ശരിക്കും കിച്ചൺ എന്ന് പറയുമ്പോൾ കുക്കിംഗ് അല്ല ചെയ്യാൻ പോകുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ്. അതായത് കിച്ചണിൽ നിന്നുകൊണ്ട് കിച്ചന് ആവശ്യമായ ചെറിയ ചെറിയ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ അതിനുള്ളൊരു കൃഷി രീതിയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ കുറച്ച് സ്ഥലമുള്ളവർക്കും അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായ രീതിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളെ ഇങ്ങോട്ടൊന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെറിയ പണി കിച്ചൺ ചേർന്ന് തന്നെ ചെയ്യാൻ പോകുന്നുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ആ ഏരിയ ഞാൻ കാണിക്കാം, എൻ്റെ കൂടെ പോരെ. അപ്പോൾ ഈ കിച്ചണിൻ്റെ പുറത്ത് ഈ ഭാഗത്തോട്ടാണ് ഞാനത് ചെയ്യാൻ പോകുന്നത്. ഈ കണ്ടോ, ഈ കുറച്ച് ഗ്രില്ല് കണ്ടോ. അപ്പോൾ ഇത് ചേർന്നിട്ട് ഒരു ട്രഫ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ പിടിപ്പിക്കാൻ പോവാം. പിടിപ്പിച്ചിട്ട് അതിനകത്ത് ചെടിച്ചട്ടി വെച്ചിട്ട് അതിൽ കിച്ചന് ഏറ്റവും അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ നമ്മൾ കൃഷി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി സ്റ്റീൽ പൈപ്പൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, ആ പൈപ്പ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ട് ഈ ഭാഗത്ത് ഒരു ട്രഫ് പോലെ ഇത്രയും ലെങ്ത്തിൽ ഇത്രയും ചുറ്റി ഇതുവരെ പിടിപ്പിച്ചിട്ട് ഇവിടെ ചട്ടി വെച്ചിട്ട് കൃഷി ചെയ്യാനുള്ള രീതിയാണ്. ഇത് പലർക്കും ഉപയോഗപ്രദമാവും, എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്കിത് ഒന്നായിട്ട് നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ ഇത്തവണയും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വാവയും ശബരിയും തന്നെയാണ് കൂടിയുള്ളത്. എൻ്റെ പേരും എൻ്റെ നെയ്ബേഴ്സാണ്, എൻ്റെ ചാനലിൻ്റെ വെൽവിഷേഴ്സാണ്. അപ്പോൾ ഇവരാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിലെ ഫലവർഗ്ഗ കൃഷിക്ക് ആവശ്യമായ സ്റ്റാൻഡൊക്കെ ചെയ്തു തന്നെ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണ്, അത് ഞാൻ 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, എങ്ങനെയാണ് ടെറസിൽ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നത് എന്നുള്ളത്. അതും എല്ലാവരും കണ്ടതിന് ശേഷം അഭിപ്രായം അറിയിക്കാം. അപ്പോൾ നമ്മുടെ കിച്ചൺ കൃഷിയുടെ അടുത്ത ഭാഗം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് കണ്ടോ, ട്രഫൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും 1 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പായിട്ടിരിക്കുന്നത് ഇവിടെ ഇതിന് പുറത്ത് ചട്ടി വെച്ച് ചെയ്യാൻ വേണ്ടി ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഓൾറെഡി ഒരു എന്താ പറയുക റൗണ്ട് പൈപ്പ് ഇട്ടതാണ് ഇവിടെ റൗണ്ടിന് വെച്ചു ഭംഗിക്ക് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത് മൊത്തം നോക്കിയാണെങ്കിൽ അറ്റം വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രഫ് ഓക്കെയാണ്. ഇനി ചെയ്യേണ്ടത് ഇതിൽ പെയിൻറ്റ് ചെയ്യണം. കാരണം എപ്പോഴും നനവ് കിട്ടുന്നതിന് തുരുമ്പിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ രണ്ടും കൂടി ഒന്നും കൂടി ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നത് കണ്ടോ, എപ്പോക്സി പ്രൈമറാണ്. എപ്പോക്സി പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ നനവ് നിൽക്കില്ല, അല്ലെങ്കിൽ തുരുമ്പിക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞു, അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തിന്നറും കൂടെ ഒന്ന് ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇതിൽ ബ്രഷ് ഒന്ന് മൂവ് ആവാൻ കണക്കായിട്ട് തിന്നർ ഒഴിച്ചാൽ മതി കേട്ടോ, ഒത്തിരി വേണ്ട. യെസ്, ഇപ്പോൾ പെയിൻറ്റിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വെൽഡിങ് വന്ന ഭാഗങ്ങളെ തുരുമ്പിക്കാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ. അവിടെ നന്നായിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് മൊത്തം അടിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൈമറൊക്കെ അടിച്ചു കഴിഞ്ഞ് കണ്ടോ, മൊത്തത്തിൽ അടിച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോണേ, ഇതിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്തേ കണ്ടോ, ഈ ഭാഗത്ത് കണ്ടോ, ഇത് ശരിക്കും 3/4 ഇഞ്ചിൻ്റെ പൈപ്പാട്ടോ. ഞാൻ നേരത്തെ 1 ഇഞ്ച് എന്ന് പറഞ്ഞത് എനിക്ക് ഡൗട്ടുണ്ട്. ഇത് 3/4 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പും ഇത് 1 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പ് ആയിട്ടിരിക്കണം കേട്ടോ. നേരത്തെ 1 എന്ന് പറഞ്ഞതാണ് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഓരോന്നിലും വെച്ച് അടച്ചു കൊടുക്കാം, എന്തെങ്കിലും സാധനം അകത്തോട്ട് കയറി ഇരിക്കാതിരിക്കാൻ വേണ്ടി. യെസ്, അപ്പോൾ എല്ലാം അടച്ചു കഴിഞ്ഞു. നമ്മളതിൻ്റെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കുകയാണ്, കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രഫിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ദിവസമായി, ഒരു 3-4 ദിവസം എന്നാൽ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കി പരിപാടികളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് വെക്കാൻ വേണ്ടി കുറേ ചട്ടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ചട്ടിയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കുന്നത് ശരിക്കും നല്ല ഹോളുള്ള ചട്ടിയാണ് കേട്ടോ, ശരിക്കും ഹോളുള്ള ചട്ടിയാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന ചട്ടിയിൽ വേണം വെജിറ്റബിൾസ് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിനി ഈ ചട്ടികളിലേക്ക് പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്യാൻ പോകുക കേട്ടോ. ഈ പോട്ടിംഗ് മിക്സ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി. ഞാൻ ഓൾറെഡി മിക്സ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. ഒരു 3-4 ദിവസമായി ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും പച്ചക്കറി നടുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് 3-4 ദിവസം ഇട്ടതിന് ശേഷം നടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഈ പോട്ടിംഗ് മിക്സിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് മേൽമണ്ണുണ്ട്. ഒരു ഭാഗം മേൽമണ്ണാണ്, അതിൻ്റെ പകുതി വീതം എന്താ പറയുക ചകിരിച്ചോറും ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അത്രയും മാത്രമാണ് ഈ മിക്സിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പൊട്ടിംഗ് മിക്സ് ഓരോന്നായിട്ട് നമുക്ക് ഈ ചട്ടികളിലേക്ക് നിറയ്ക്കണം. അതാണ് അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു പോട്ട് എടുത്തിട്ട് ഇത്രയും ഹോളുണ്ട് കണ്ടല്ലോ. അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് ചെറിയ ചാറിലിട്ട് ഈ ഹോളൊന്ന് മണ്ണുകര ഇടാതിരിക്കാൻ വേണ്ടി ചെയ്യണം കേട്ടോ. ആദ്യം
എല്ലാ ഹോളും ഇങ്ങനെ അടഞ്ഞിരിക്കാൻ കണക്കിട്ട് കുറച്ച് വലിയ ഈ ഓട്ടിൻ്റെ കഷ്ണമോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഈ പറക്കലിൻ്റെ കയ്യിലുള്ളൂ. ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും അളവിൽ മിക്സ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇച്ചിരി വളം ഇടണമെങ്കിലോ ഇച്ചിരി വെള്ളം ഒഴിക്കണമെങ്കിലോ ഇങ്ങനെ താന്ന് നിൽക്കുന്നത് നല്ലത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഫില്ല് ചെയ്യട്ടെ ഇതിലേക്ക്. അപ്പോൾ ഇതുപോലെ എല്ലാ ചട്ടികളിലും മിക്സ് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടികളിലൊക്കെ ഇപ്പോൾ പോട്ടി മിക്സ് നിറച്ച് വെച്ചിട്ടുണ്ട് എല്ലാത്തിലും, കണ്ടോ. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടത് വെച്ചാൽ, നിങ്ങൾ ഇവിടെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഈ കറക്റ്റ് ചട്ടിയുടെ സൈസ് വെച്ചിട്ട് ഇത് ചെയ്താൽ കണ്ടോ. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ പെർഫെക്ഷൻ ഉണ്ടാവും. നിൽക്കുമ്പോൾ കറക്റ്റ് അടിയിൽ താങ്ങുന്നുണ്ട്, കറക്റ്റ് ഉള്ളൂ കേട്ടോ. ഇനി ഇത് കുറച്ച് ഞെരുങ്ങിപ്പോയോ എന്നൊരു ഫീലിംഗ് ചിലർക്കെങ്കിലും ഉണ്ടാവും. ഇത് ഞെരുങ്ങി എന്ന ഒരു, കാരണം ഇത്രയും ചെറിയ ഗ്യാപ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എടുത്ത് മാറ്റാവുന്ന അവസ്ഥയിലല്ല ഉള്ളത്. അപ്പോൾ ഇൻ കേസ് ഞെരുങ്ങി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. പിന്നെ ഈ ചട്ടികൾ നമുക്ക് സാധാരണ മാർക്കറ്റിൽ 40 രൂപ മുതൽ കിട്ടുന്ന ചട്ടിയാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, കാരണം നേരത്തെ ഇരുന്ന ചട്ടിയാണ് എൻ്റെ കയ്യിൽ. എൻ്റെ ചെമ്പരത്തി നട്ടുന്ന ചട്ടിയാണ്. ചെമ്പരത്തി ഞാൻ കുറച്ചും കൂടെ വലിയ പോട്ടിലേക്ക് മാറ്റിയപ്പോൾ അതിന് ഫ്രീ ആക്കി ഇങ്ങോട്ട് വെച്ചതാണ്. അല്ല പിന്നെ അങ്ങ് അറ്റം നോക്കുകയാണെങ്കിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസ് ഉണ്ട് കണ്ടോ. അവിടെ 1-2 ചെടികൾ ഞാൻ ഓൾറെഡി പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി കൊണ്ടുവെക്കാം. ഇനി ഇവിടെ നടാനുള്ള ചെടികൾ ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് 1-2 പ്ലാന്റ് ചെയ്ത് നോക്കാം, എങ്ങനെ നടണമെന്ന് നോക്കാം കേട്ടോ. കുറച്ച് അത്യാവശ്യം വലിയ ചെടികളാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് കണ്ടോ. ഇത് നമ്മുടെ വഴുതന എന്ന് പറഞ്ഞ സാധനമാണ്. വഴുതന, കത്തിരി, തക്കാളി ഞാൻ നട്ട ശേഷം എല്ലാം പറഞ്ഞുതരാം നന്നായിട്ട്. ഇതിവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഒരു റോ ഞാൻ ക്യാബേജ് നട്ടിട്ടുണ്ട്. ഈ ക്യാബേജിൻ്റെ കൃഷി പ്രത്യേകിച്ചൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിത്ത് മുളപ്പിക്കുന്ന പോലുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അതും എല്ലാവരും കാണണം കേട്ടോ. ഇത് പ്ലാന്റ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ മാക്സിമം ഒന്ന് കുഴിച്ചതിന് ശേഷം വെച്ച് കൊടുക്കുക. കാരണം ഇത് കുറച്ച് വലിയ തൈ ആയതുകൊണ്ട് ചെരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിട്ട് ഈ മണ്ണൊന്ന് പൊടിച്ചു കൊടുക്കുക. ഉള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പോട്ടിംഗ് മിക്സ് കളയേണ്ട ആവശ്യമില്ല. അതൊന്ന് പൊടിച്ചു കൊടുത്തതിന് ശേഷം നട്ടു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരെണ്ണം ആയിക്കഴിഞ്ഞു. അടുത്തൊരെണ്ണം കൂടെ ഞാൻ കാണിക്കാം. ഇത് വഴുതനയല്ല, കത്തിരി എന്ന് പറഞ്ഞ സാധനമാണ്. മറ്റേ വയലറ്റ് നിറത്തിലുള്ള അതാട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ചെടികളും പ്ലാന്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടി നടൽ കംപ്ലീറ്റ് ആയിട്ടോ. ഞാൻ എല്ലാത്തിനും വെള്ളം നനച്ച് കൊടുക്കുകയാണേ. ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ ഇത് വഴുതനയാണ്, ഇത് കത്തിരി എന്ന് പറഞ്ഞ സാധനമാണ്, അറിയാമെന്ന് കരുതുന്നു. ഇതും കത്തിരി തന്നെയാണ് കേട്ടോ. ഇവിടെ ഇത് തക്കാളിയാണ്. ഇത് തക്കാളിയാണ്. 3 തക്കാളി വെച്ചിരിക്കുന്നത്. ഇനി 3 വെണ്ട. ഇത് വെള്ളക്കാന്താരി എന്ന് പറഞ്ഞ സാധനം കേട്ടോ, വെളുത്ത കാന്താരിയ. ചീര, ഈ ചീരയ്ക്ക് പ്രത്യേകത ഉണ്ട്, 8 മാസം കഴിയുമ്പോഴേ പൂക്കുമെന്നാണ് പറഞ്ഞത്. ട്രിവാൻഡ്രത്ത് വ്ളാത്താങ്കര എന്നൊരു സ്ഥലമുണ്ട്. ഈ വ്ളാത്താങ്കര സ്ഥലത്തെ ഫേമസ് ആയിട്ട് കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ ചീര. എൻ്റെ പേര് എനിക്കറിയില്ല, അവർ വ്ളാത്താങ്കര ചീര എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഇതുകൂടാതെ ഇവിടെ ഇരിക്കുന്നത് ചീരച്ചേമ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. നമുക്ക് ചീര പോലെ കറി വയ്ക്കാൻ പറ്റിയ ചേമ്പാണ്. അതിൻ്റെ ലീഫ് കൊണ്ട് ചീര പോലെ തന്നെ കറി ഉണ്ടാക്കാം. പിന്നെ ഇവിടെ നമ്മുടെ രമ്പയില എന്ന് പറഞ്ഞ സാധനമാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന സാധനമാണ്. നേരത്തെ പ്ലാന്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനി ഇവിടെ ഒരു പുതിന എനിക്ക് വേറൊരെണ്ണം ഉണ്ട്, അത് പിടിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഒരെണ്ണം കൂടെ. ഇനി ഇവിടെ ലാക്കിംഗ് ആയിട്ടുള്ള മല്ലിയില ഞാൻ ഉടനെ തന്നെ വെക്കും. ഇവിടെ ഒരു കറിവേപ്പ് ഉണ്ട് കണ്ടോ, കറിവേപ്പ് നേരത്തെ ഉള്ളതാണ്. അതിൻ്റെ ചുവട്ടിൽ മുളക്, ഞങ്ങളിവിടെ വെള്ളം ഒഴിക്കുന്ന കുരുന്ന് അങ്ങോട്ട് വന്നതാണ്. കുറേ മുളക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് ആവശ്യമായ മുളക് ഇവിടെ തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ അടുക്കളത്തോട്ടത്തിലെ പുതിയ അതിഥികൾ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ കിച്ചണിൽ ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അപ്ഡേറ്റ്സും കൂടെ കാണിക്കാം. തൽക്കാലം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണം. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി ഞാൻ കരുതുന്നു. ഇത്തരം എന്താ പറയുക, സ്ഥലപരിമിതി ഒരുപാടുള്ളവർക്ക് ഇങ്ങനത്തെ സ്പേസ് ഉണ്ടെങ്കിൽ ഇത് ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് വീട്ടിലാവശ്യമായ പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുകൂടാതെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ കുറച്ച് പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതും എല്ലാവരും കാണുക.
അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.